നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കും, 600 മീറ്റർ ലൈൻ വലിക്കും കൂത്താട്ടുകുളം. തിരുമാറാടി സുന്ദരിമുക്ക് ജംഗ്ഷനിൽ നിന്ന് വണ്ടാനത്ത് പൂനത്തിൽ കുമുള്ളിത്താഴം ഭാഗത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുമെന്നും ലൈൻ 600 മീറ്റർ വലിക്കുമെന്നും KCB അധികൃതർ അറിയിച്ചു. മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ തുടർന്ന് ഇന്നലെ KCB AE വിഷ്ണു സുകുമാരൻ, സബ് എഞ്ചിനീയർ MS മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ഇവിടെ 600 മീറ്റർ ദൂരം MVIP കനാലിന്റെ ഭാഗത്ത് വരെ 3 ഫേസ് ലൈൻ വലിക്കുമെന്നും അറിയിച്ചു. സ്റ്റേ വലിക്കുന്നതിനും ലൈൻ വലിക്കുന്നതിനും ആവശ്യമായ അനുമതികളും AVIPയിൽ നിന്നുള്ള അനുമതികൾക്കും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് MLA അനൂപ് ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെവീൻ ജോർജ് എന്നിവർ അറിയിച്ചു. വാർഡ് മെമ്പർ ലിസി രാജൻ, സുനീഷ് മണ്ണത്തൂർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ KCB അധികൃതരുമായി ചർച്ച നടത്തിയത്. മേഖലയിൽ വോൾട്ടേജ് ക്ഷാമം അതിരൂക്ഷമാണ്. ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ കേടുപാടുകൾ വന്നതിനെ തുടർന്നാണ് 30ഓളം വീട്ടുകാർ ചേർന്ന് 2 വർഷം മുമ്പ് നാട്ടുകാർ KCB അധികൃതർക്ക് പരാതി നൽകിയത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പത്രത്തിൽ നമ്മുടെ തിരുമാറാടി സോമില്ലുമായി ബന്ധപ്പെട്ട് ഒരു പത്രവാർത്ത വന്നിരുന്നു. മതിയായ ദൂരം ലൈൻ വലിക്കാത്തതുമായി ബന്ധപ്പെട്ട് വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നില്ല എന്നൊരു ആവലാതി കൺസ്യൂമേഴ്സ് തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ബഹുമാനപ്പെട്ട കൺസ്യൂമർ ശ്രീ സുനീഷ് മണ്ണത്തൂർ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പരാതി നമുക്ക് ലഭിക്കുകയും പത്രവാർത്ത വരികയും ചെയ്തത്. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ 200 മീറ്ററിൽ താഴെ മാത്രമേ ലൈൻ വലിക്കുകയുള്ളൂ എന്നും 500 മീറ്ററെങ്കിലും മിനിമം സുന്ദരിമുക്ക് സൈഡിൽ വലിക്കണമെന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്പെക്ഷന് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായ ഞാനും നമ്മുടെ സബ് എഞ്ചിനീയർ ശ്രീ മനോജ് കുമാറും ഇവിടെ വരികയും ഇൻസ്പെക്ഷൻ നടത്തുകയും ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കൺസ്യൂമർ ശ്രീ സുനീഷ് മണ്ണത്തൂരിനെ കാണുകയും അദ്ദേഹവുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എസ്റ്റിമേറ്റിൻ്റെ കോപ്പി അദ്ദേഹത്തെ കാണിക്കുകയും ഈ എസ്റ്റിമേറ്റ് അനുസരിച്ച് നമ്മളിവിടെ ഏകദേശം 1100 മീറ്ററോളം 3 ഫേസ് ലൈൻ ഉണ്ടെന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യമാവുകയും രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എല്ലാവിധ സപ്പോർട്ടും ഇവിടെ ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹം ഒരുപാട് പേരെ വിളിക്കുകയും നമുക്ക് വേണ്ട കൺസെൻറ്റുകളെല്ലാം സംഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ സംഘടിപ്പിച്ച് തരാമെന്നുള്ള വിലയേറിയ അഭിപ്രായം അദ്ദേഹം പറയുകയുണ്ടായി. അതേപോലെ എൻ്റെ പിറകിൽ കാണുന്ന MVIP കനാലുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കൺസെൻറ്റ് കിട്ടാനുണ്ട്. അതും അദ്ദേഹം ജനകീയമായി തന്നെ അദ്ദേഹം ഇടപെടാമെന്നും അതിൽ അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയത്തിൽ അദ്ദേഹം നമുക്ക് കൺസെൻറ്റ് ലഭ്യമാക്കി തരാമെന്നും ഇവിടെ നമ്മളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനും സംസാരിക്കാനും നമുക്ക് അവസരം ലഭിച്ചു. അദ്ദേഹത്തിനോട് നമുക്കുണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. ശ്രീ സുനീഷ് മണ്ണത്തൂരിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം 2 വാക്ക്. ഓക്കെ, അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഈ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരോട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ആ പണി നടന്നുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞു ഇതൊരു 200 മീറ്ററേ വലിക്കുന്നുള്ളൂ, കുറച്ച് ദൂരമേ വലിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും ഒരു കംപ്ലയിൻ്റ് ഒക്കെ മൂവ് ചെയ്തതും. അപ്പോൾ അതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട വിഷ്ണു സാറ് ഇവിടെ വന്നു. അദ്ദേഹം വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി. ഏതാണ്ട് ട്രാൻസ്ഫോമറിൻ്റെ അവിടെ നിന്ന് 600 മീറ്റർ വരെ ഈ പോസ്റ്റ് വരെ ലാസ്റ്റ് എൻഡിങ് വരെ പോസ്റ്റ് നമ്പർ ഇവിടെ കാണാം 145 ലെഫ്റ്റ് 15 ആ പോസ്റ്റ് വരെ അവർ 3 ഫേസ് ലൈൻ വലിക്കുന്നുണ്ട്. അതിനുശേഷം അങ്ങോട്ടേക്കുള്ള ഒരു 19 വീടുണ്ട്. ആ വീട്ടിലേക്ക് വോൾട്ടേജ് ക്ഷാമം തീർന്നില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും എഗനെസ്റ്റ് അത് ചെയ്തു തരാമെന്നുള്ള ഒരു ഇതും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ ഓക്കെയാണ്. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ലൈൻ വലിക്കുമ്പോൾ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഈ പണി ചെയ്തു തീർക്കാം. കാരണം മെറ്റീരിയലും പോസ്റ്റും എല്ലാം നമ്മൾ പേഴ്സണലായി തന്നെ സംഘടിപ്പിച്ച് എല്ലാം റെഡിയാക്കി വെച്ചേക്കും. പേഴ്സണൽ ഇൻട്രസ്റ്റ് കാണിച്ച് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നാട്ടുകാരെല്ലാവരും ഇതിൽ സഹകരിച്ച് ലൈൻ വലിക്കുന്ന കോൺട്രാക്ടേഴ്സിനും KCB സ്റ്റാഫിനും എല്ലാവിധ സഹായം ഇൻ ദ സെൻസ് പ്രൊട്ടസ്റ്റുകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.